മാഷെ, തൃശ്ശൂർ കടവല്ലൂര് സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ ഖദീജ എന്ന് പറഞ്ഞ ടീച്ചർ അവിടുത്തെ മുസ്ലിം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കേണ്ടതില്ല, ഓണം ഷിർക്ക് ആണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം ആണെന്ന് തോന്നുന്നു, അല്ലേ? ദൈവത്തിൽ പങ്കുചേർക്കലാണ്. അതെ. അപ്പോൾ അത് നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കേണ്ടതില്ല. വാട്സാപ്പിൽ എല്ലാവർക്കും ഇത് ഷിർക്കാണ്, നിങ്ങൾ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് കൊടുത്തു. അപ്പോൾ ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ്, നമ്മളോ നമ്മുടെ കുട്ടികളോ അതിൽ ഒരു തരത്തിലും പങ്കെടുക്കേണ്ടതില്ല. നമ്മൾ മറ്റ് സമുദായങ്ങളുടെ ആഘോഷ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല. ഇതാണ് അവർ വാട്സാപ്പ് മെസ്സേജിൽ പറഞ്ഞിരുന്നത്. കടവല്ലൂരിലെ തന്നെ ഒരു ഹസൻ മുഹമ്മദ് ഈ ടീച്ചർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അപ്പോൾ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിലാണ് ഇവരുടെയും സന്ദേശം എന്ന് പറഞ്ഞിട്ട് പോലീസ് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. മാഷ് എങ്ങനെയാണ് ഇത്തരം ഈ നീക്കങ്ങളെയൊക്കെ കാണുന്നത്? എങ്ങനെയാണ് ഒരു ടീച്ചർക്ക് ഇങ്ങനെ സ്കൂളിൽ മതസ്പർദ്ധ പറയാൻ കഴിയുന്നത്? ആ ടീച്ചർ ഒരു വ്യക്തിയല്ല സർ. ടീച്ചർ നമ്മുടെ സമൂഹത്തെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബാധിക്കുന്ന, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തെ ബാധിച്ച ഒരു വലിയ രോഗാണുവിൻ്റെ ഒടുവിലത്തെ ലക്ഷണമാണ്. സോ ഈ ഖദീജ ടീച്ചർ ഒറ്റക്കാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം കഴിഞ്ഞൊരു 10 കൊല്ലമെങ്കിലും ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളൊക്കെ നിരന്തരം കാണുകയും ഞങ്ങളൊക്കെ നിരന്തരമായി നേരിടുകയും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിപത്താണ് സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് കേരളീയ സംസ്കാരം, ഭാരതീയ സംസ്കാരം തുടങ്ങിയ എല്ലാ ചിഹ്നങ്ങളിലും കയറിയിട്ട് മതം അന്വേഷിച്ചിട്ട് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുക. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് സാറേ, പല പള്ളികളുടെ മെമ്പറുകളിൽ നിന്നിട്ട് വെള്ളിയാഴ്ച ജുമായിലെ ഖുത്തുബ പ്രസംഗം പല പണ്ഡിതന്മാരും, പ്രത്യേകിച്ച് സലഫി പണ്ഡിതന്മാർ തന്നെ ഒരു തീവ്ര വിഭാഗമുണ്ട്. ഇപ്പോൾ 3 ഗ്രൂപ്പ് സുന്നി മുജാഹിദുകളുള്ളതിൽ അതിലൊരു വിസ്ഡം ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അതിലാണ് ഈ മുജാഹിദ് ബാലുശ്ശേരിയും ഹുസൈൻ സലഫി, അങ്ങനെ ഒരു വലിയ ടീം വരുന്നത്. അക്ബർ ഇപ്പോൾ കേരളത്തിലില്ല. അക്ബർ ഇല്ലാത്തതുകൊണ്ട് കുറച്ചു കാലമായിട്ട് ആ ഒരു കുറച്ച് കുറവുണ്ടാകും. പക്ഷെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, തിരുവോണത്തിൻ്റെ ചോറുണ്ടാൽ നരകം തീർച്ചയാണ്. സാറ് പറഞ്ഞതാണ് കാരണം. അതിന് കാരണം ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അന്യമതത്തിൻ്റെ ആചാരങ്ങൾ നമ്മൾ ബഹുമാനപൂർവ്വം പങ്കുകൊള്ളുന്നതാണ് അതിന് കാരണം. ഈ കെയ്യൻ കുഞ്ഞമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്സിസ്റ്റ്, ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്ത് നിന്നിട്ട് ഇസ്ലാമിക സ്വത്വം പറഞ്ഞിരുന്ന ആളാണല്ലോ ഈ കെയ്യൻ കുഞ്ഞമ്മദ്. പിന്നെ പാർട്ടി അത് എളമരം കരിയുമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പ്രോത്സാഹിപ്പിച്ചിരുന്നാന്ന് തോന്നുന്നു. ഇപ്പോൾ കുഞ്ഞമ്മദ് അങ്ങനെയില്ല. എന്നാലും ഓണവുമായി ബന്ധപ്പെട്ടിട്ടേ ആ സമയത്തും ഇറച്ചി കഴിക്കുക, ബീഫ് എന്നൊക്കെയുള്ള സ്വത്വ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. ഈ കേരളത്തിലെ ഈ സ്യൂഡോ സെക്കുലർ എന്ന് പറയുന്ന ഈ കപട സെക്കുലർവാദികളായ ഒരു വിഭാഗം ഈ ജിഹാദി മൗലികവാദത്തെ വലിയ തോതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ജിഹാദി മൗലികവാദം എന്ന് ഞാനും പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. സംസ്കാരത്തിൽ മതം കൂട്ടിച്ചേർക്കുക, അതിനേക്കാളും വലിയ പാപം എന്താണെന്നുള്ളത് ഞങ്ങളൊക്കെ ഇപ്പോൾ മതപരമായി തന്നെ അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. ഇസ്ലാമിക വിശ്വാസപ്രകാരം 1,24,000 പ്രവാചകന്മാരുണ്ട്. ഈ പ്രവാചകന്മാരിൽ ഇവരിൽ ആരും ഒരേ ഭാഷ സംസാരിച്ചവരല്ല, ഒരേ ആചാരങ്ങൾ അനുഷ്ഠിച്ചവരല്ല, ഒരേ ഭക്ഷണം കഴിച്ചവരല്ല, ഒരേ വേഷം ധരിച്ചവരല്ല. അപ്പോൾ ഇവർക്കൊന്നും ഏകദാനമായൊരു സംസ്കാരമില്ല, ഒരു പാൻ ഇസ്ലാമിസം എന്ന് പറഞ്ഞൊരു കൾച്ചറില്ല. കാളനൊപ്പം കാളയുമാകാന്ന് മറ്റാണ് മാതൃമയാച്ചത്തിൽ എഴുതിയിരുന്നത് പണ്ട്. കറക്റ്റ് തലക്കെട്ട് എഴുതുന്നത്. കാളൻ മതിയോ, കാള ഇറച്ചി കൂടി വേണ്ടേ? അതായത് കെയ്യൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഇതിൽ ഓണം ആരുടേതാണ്? ഓണം എങ്ങനെയാണ് ദേശീയ ആഘോഷമാകുക? അത് ഹിന്ദുവിൻ്റേതല്ലേ എന്നാണ് കെയ്യനും കൂട്ടരും ചോദിച്ചത്. അത് തന്നെയാണ് ഈ സലഫികളും ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വിവാദം ഉണ്ടായി. ദളിത് മൗലികവാദികൾ രംഗത്ത് വന്നിട്ട് ആരുടേതാണ് ഓണം? സവർണൻ്റേതല്ലേ, ഞങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം? അതായി. അപ്പോൾ ഒരു കൂട്ടർ അതിന് മറുവശം വന്നു, ഇത് വാമനൻ്റെയാണോ മഹാബലിയുടെയാണോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഓണം എന്ന ഒരു ഏകതയുടെയും ഓണം എന്ന സമതയുടെയും ഒക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ കൾച്ചറിനെയാണ് ഇവരൊക്കെ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ സംസ്കാരം ഉണ്ടാക്കുന്നത് മതമല്ല, ആ പാഠമാണ് മൗലികമായ പാഠം. അതിവർ മറന്നുപോയി. പ്രവാചകൻ ഈജിപ്തിലേക്ക് അനുയായികളെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞു, ഒന്ന് ഓർക്കണം, അവിടെ ചെന്നിട്ട് അവിടുത്തെ സംസ്കാരത്തിൽ തൊട്ട് കളിക്കരുത്, അത് നിങ്ങൾ സ്വായത്തമാക്കിക്കൊള്ളണം, നിങ്ങൾ പഠിച്ചുകൊള്ളണം, അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ അപ്പുറത്തെ ധാർമ്മികമായ ഒരു വിശ്വാസ സംഹിത നിങ്ങൾ കൊടുത്തോ, അതാണ് നമ്മുടെ സന്ദേശം. അപ്പോൾ സംസ്കാരം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ സംസ്കാരത്തിൽ ഇടപെടാൻ തുടങ്ങി. ആലോചിച്ചു, അങ്ങനെയാണ് നമ്മുടെ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ?
എന്ന പ്രശ്നം വന്നത്. ശബരിമലയിൽ നിന്ന് അരവണ പായസം കൊണ്ടുവന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് തരുമ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുണ്ടോ, മാഷുക്ക് കഴിക്കാൻ പാടുണ്ടോ തുടങ്ങിയ വിഷയം സാമൂഹ്യ പ്രശ്നമാകുന്ന അങ്ങനെയാണ്. ഓണത്തിന് കൂടാൻ പാടുണ്ടോ എന്നുള്ള പ്രശ്നം. ഇങ്ങനെ ഒരുപടി ക്രിസ്മസിൻ്റെ കേക്ക് മുറിക്കാൻ പാടുണ്ടോ. ഈ തർക്കം സംസ്കാരത്തെ മതമാക്കി തീർക്കാനുള്ള ഒരു തർക്കമാണ്. അത് വലിയ അപകടമാണ് ഉണ്ടാക്കിയത്. അത് തിരിച്ചറിയേണ്ടവർ അറിയണം. വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം സാർ. ഇപ്പോൾ പെരുമ്പിലാവിനടുത്ത്, ഇപ്പോൾ കടവല്ലൂരിനടുത്ത് പെരുമ്പിലാവിനടുത്ത് സിറാജുൽ ഉലൂം എന്നാലോചിച്ച് നോക്കും. വിജ്ഞാനത്തിൻ്റെ വിളക്ക് എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. സിറാജുൽ ഉലൂം എന്ന് പറഞ്ഞാൽ അതാ വിജ്ഞാനത്തിൻ്റെ വിളക്കുകൾ. ആദ്യം കേരള ചരിത്രവും സംസ്കാരവും ഒന്ന് മറിച്ചു നോക്കിയാൽ നന്നായിരിക്കും. 13-ാം നൂറ്റാണ്ടിലാണല്ലോ സാറിന് അറിയാം മാർക്കോ പോളോ വന്നത്. ഇറ്റലിയിലെ വെനീസിൽ നിന്ന് കച്ചവടത്തിന് വന്ന കച്ചവടക്കാരൻ. അദ്ദേഹത്തിൻ്റെ രേഖകളാണ് പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രരേഖയുടെ ഈ 13-ാം നൂറ്റാണ്ടിലേക്ക് ഒരു ആസ്പദം അതാണ്. അദ്ദേഹം ഭാഗ്യവശാൽ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. കൊടുങ്ങല്ലൂരിലെ പള്ളിയാണല്ലോ വിഖ്യാതമായ ആദ്യത്തെ പള്ളികളിൽ ഒന്ന് നമ്മുടെ ചേരമാൻ മസ്ജിദ്. ചേരമാൻ മസ്ജിദിൻ്റെ മുറ്റത്ത് അക്കാലത്തെ കൊടുങ്ങല്ലൂർ മഹല്ല് ജമായത്തി ഓണാഘോഷം നടത്തുന്നു. ആലോചിച്ച് നോക്കൂ, മഹല്ല് ജമായത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് പള്ളി കമ്മിറ്റികളും മഹല്ല് കമ്മിറ്റികളും നടത്തിയിരുന്ന ഓണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ മുസ്ലിം ടീച്ചർമാർ പറയുന്നത്. നമ്മുടേതല്ല, അവൻ്റേതാണ് എന്ന് പറഞ്ഞാൽ ഓണം അക്ഷരാർത്ഥത്തിൽ ദേശീയ ആഘോഷമായിരുന്നു എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് തന്നെ ബോധ്യമുണ്ടായിരുന്ന ഒരു കാലമാണ്. ആ കാലത്തെയാണ് ഇവർ അട്ടിമറിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ചരിത്രപരമായി തന്നെ എത്ര കൊല്ലങ്ങളായി സാർ, ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ, സാറിൻ്റെ കാലത്തിൻ്റെ ഓർമ്മ എനിക്കില്ല അത്രയില്ലെങ്കിൽ, പക്ഷേ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മുടെ സ്കൂളുകളിലൊക്കെ എല്ലാ ആഘോഷങ്ങളും നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പാഠപുസ്തകം പഠിച്ച് പരീക്ഷ എഴുതൽ മാത്രമല്ല സ്കൂളിംഗ് എന്ന് പറയുന്നത്. സമൂഹത്തെ പഠിക്കുക, വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളിൽ നിന്ന് സംസ്കാരങ്ങളിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് ഒരു ബെഞ്ചിലിരുന്ന് കണ്ണിമാങ്ങ പങ്കിട്ട് കഴിച്ച് മയിൽപ്പീലി പരസ്പരം വീതം വെച്ച് അങ്ങനെ ജീവിക്കുന്ന കുട്ടികൾ ഓരോരുത്തരുടെയും സംസ്കാരം പഠിക്കണ്ടേ. ഞാൻ സ്കൂളിലുള്ള കാലത്ത് വിവാദം ഉണ്ടാക്കിയൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. റംസാൻ മാസത്തിൽ ഖുർആനെ മുസ്ലിങ്ങൾ പരിചരിക്കുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ടാണ് ഒരു ദേശത്തെ ഈ കർക്കിടക മാസത്തിൽ രാമായണത്തിൻ്റെ പരിചരണം. കർക്കിടക മാസത്തിൽ രാമായണ പരിപാടി കട്ട് ചെയ്ത് ഞാൻ നേരെ ഇട്ടാം. ഓക്കെ അല്ലേ? ഈ കർക്കിടക മാസത്തിൽ രാമായണത്തെ മുൻനിർത്തി, എഴുത്തച്ഛനെ മുൻനിർത്തി ഒക്കെയുള്ള സംവാദങ്ങൾ സ്കൂളുകൾ നടക്കുന്ന ഒരു സ്കൂളിങ്ങിൻ്റെ ഭാഗമാണ്. അതും വിവാദം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ വന്ന് ഇപ്പോൾ ഇപ്പോൾ ഓണം ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഓണാഘോഷം നടക്കുകയാണ് സ്കൂളുകളിൽ, ഓണം വെക്കേഷൻ തൊട്ട്. പക്ഷേ അവിടെ എനിക്കൊരു നിർദ്ദേശമുണ്ട്. കർക്കിടകം വരുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ MN കാരശ്ശേരി ഉണ്ടാക്കിയ മാപ്പിള രാമായണം വായിച്ചാൽ നല്ലതല്ലേ? കാരശ്ശേരി ഉണ്ടാക്കിയതല്ല, കാരശ്ശേരി കണ്ടെത്തിയത്. അത് CH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ കളക്ഷനിൽ ഉണ്ടായിരുന്നതാണ്. അറിയാലോ സാറിന്, 70-75 മറ്റോ കണ്ടെത്തിയത്. പക്ഷേ അതിൻ്റെ വൈവിധ്യമല്ല സാർ. രാമായണത്തെ പോലും ഈ ദേശം ബഹുസ്വരമാക്കി എടുത്ത് ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസത്തിലേക്കും അവനവൻ്റെ ക്യാരക്ടറിലേക്കും അവനവൻ്റെ കോസ്റ്റ്യൂംസിലേക്കും മാറ്റിയെടുത്തു എന്നാണ് മഹാബലി. നമ്മൾ ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുവോണം എന്ന് പറയുന്നത് എല്ലാവരെയും ഐക്യത്തിൽ നിർത്തുന്ന ഒരു ആഘോഷമായിട്ട് എടുക്കുക. തിരുവോണത്തിന് തന്നെ അശോക ചക്രവർത്തി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടും പിന്നെ ബുദ്ധമതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അതിന് ഐതിഹ്യമുണ്ട്. ഇനി ഹിന്ദുക്കൾ നാളെ ഇത് ബുദ്ധമതക്കാർ കണ്ടുപിടിച്ചാണ് നമുക്ക് വേണ്ടാന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞു നമ്മൾ വിമർശിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ പോലെ തിരുവോണം എന്നുള്ളത് നമ്മുടെ ഒരു ദേശീയ ഉത്സവമായിട്ട് മാറി. അതെ, ദേശത്തിന്റെ ഒരുമയ്ക്കും ഒരു മനോഹരമായ സ്വപ്നവും ഇതിന് സമാനമായൊരു സ്വപ്നം ലോകത്തിന് കിട്ടാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യരെ എല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന, കള്ളമില്ല, ചതിയില്ല, കള്ളപ്പറയില്ല, പൊള്ളുവാക്കില്ല, ഇങ്ങനെ പറയുന്ന ഒരു സങ്കല്പത്തെങ്കിലും മാനിക്കാനുള്ള കടവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം വളരെ വർഷം മുമ്പ് കടവല്ലൂര് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അന്യോന്യം നടക്കും. ആ അന്യോന്യത്തിൽ ഈ തെക്കേ ഇന്ത്യൻ, ഞാൻ ചെറുകഥകളൊക്കെ എഴുതുന്ന ഒരു കാലത്ത് കുറെ വർഷം മുമ്പ് അവിടെ സൗത്ത് ഇന്ത്യൻ റൈറ്റേഴ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് കടവല്ലൂർ അന്യോന്യത്തോടനുബന്ധിച്ച് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മുടെ പഴയ പ്രാചീന സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഏതോ ഒരു അജണ്ട, സലഫി അജണ്ട എന്നിപ്പോ മാഷ് പറഞ്ഞ പോലെ നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണത്. തീർച്ചയായിട്ടും. ഒരു ഹിന്ദു കേന്ദ്രം ആണല്ലോ, സംവാദ കേന്ദ്രമാണ്. ആ സ്ഥലത്ത് ഒരു ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യം അതാണ്. അത് ഖദീജ ടീച്ചറുടേതല്ല. ഖദീജ ടീച്ചർ ആരുടെയൊക്കെ ടൂളായി മാറിയതാണ്, അല്ലെങ്കിൽ അറിയാതെ ഇതിൻ്റെ മനസ്സിൽ ആവാഹിച്ചത് പുറത്തു വന്നതാണ്. എന്തായാലും ഇപ്പോൾ 2 പേരോ മറ്റോ ഈ ടീം ഒറ്റക്കല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. സ്കൂളിനകത്ത് നിന്ന് 2 ടീച്ചേഴ്സിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സ്കൂളിന്റെ നയമല്ല ഇതൊന്നും സ്കൂൾ വ്യക്തമാക്കി, സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിവൃത്തിയില്ല അവർക്ക്. കാരണം എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തി അവരായിരിക്കുമല്ലോ പെട്ടുപോവുക. പിന്നെ വേറെ കുട്ടികളും ഒക്കെ പഠിക്കുന്നില്ലേ അവിടെ? അതെ, തീർച്ചയായിട്ടും. ഇത് തന്നെ അംഗീകരിക്കാത്ത മുസ്ലിം കുട്ടികളും ഉണ്ടാവില്ലേ അവിടെ?
തീർച്ചയായിട്ടും ഉണ്ടാവും. മുസ്ലിം കുട്ടികളിൽ മഹാഭൂരിപക്ഷം ഇതിനെതിരായതുകൊണ്ടാണല്ലോ അവർ തന്നെ പോയി കേസ് കൊടുത്തത്. ഇപ്പൊ രക്ഷിതാക്കൾ തന്നെ പോയി കേസ് കൊടുത്തത്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ പ്രകടനം നടത്തുകയും അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യുകയും വേണം. അതുകൊണ്ട് സംസ്കാര പഠനം കൂടി. സലഫി അജണ്ട മാത്രമാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ? ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ അജണ്ട ഉണ്ടാവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് പ്രത്യക്ഷമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സലഫി ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇത് ഈ ടീച്ചർ ഏത് വിഭാഗത്തിലാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് പെരുമ്പിലാവിലും പരിസരത്തൊക്കെ ആയതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. ടീച്ചർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. എന്തായാലും ഇത് ആര് ചെയ്താലും തെറ്റല്ലേ സാറേ? ചെറിയ തോതിലാണോ? ചെറിയ തോതിൽ അപലപിച്ചാൽ മതിയോ? നടപടി എടുക്കണ്ടേ? ചെറിയ കാര്യമല്ലല്ലോ. പെരുമ്പിലാവിലെ ചന്തയ്ക്കൊക്കെ വാര്യൻകുന്നിനും പണ്ട് പോയതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആണോ? പെരുമ്പിലാവിലോ? ഓ ശരി, പെരുമ്പിലാവോ വാണിയംകുളം കരിക്കച്ചോടായിരുന്നു അദ്ദേഹം, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ സംസ്കാര പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, പെരുന്നാൾ ആഘോഷം, ഇതൊക്കെ നടത്താറുണ്ടല്ലോ. അത് നടക്കുന്ന വളരെ സെക്കുലറായി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് അതും ഗവൺമെൻറ്റിൻ്റെ, അതും ഒരു എയ്ഡഡ് സ്കൂളിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രവണത മുളയിലേ നുള്ളിക്കളയേണ്ടതാണ്. അതുകൊണ്ട് ഖദീജ ടീച്ചറെ മാത്രമല്ല, ആ മനസ്സുകളെ തന്നെ തുടക്കത്തിലെ കേരളം ഒന്നിച്ച് നിന്ന് പരാജയപ്പെടുത്തണം, കൃത്യമായിട്ട് പരാജയപ്പെടുത്തണം. കടുത്ത നടപടികളിലേക്ക് ഗവൺമെൻറ്റും പോകണം. അതിനെതിരെ ആര് പ്രതിഷേധിച്ചാലും അത് ശരിയാണ്, ആര് പുറത്തു കൊണ്ടുവന്നാലും ശരിയാണ്. എന്തായാലും കടവല്ലൂരിലെ ജനത പോലും ഭൂരിപക്ഷം അതിനെതിരാണ് എന്ന് വേണം നമ്മൾ വാർത്തകളിൽ നിന്നറിയാൻ. തീർച്ചയായിട്ടും ഇത് ജനങ്ങളും അറിയട്ടെ, ജനങ്ങൾ അതിൻ്റെ ജാഗ്രത അവനവൻ്റെ നാടുകളിൽ, കേരളത്തിൽ എവിടെയൊക്കെ ഇത്തരം എലമെൻറ്റുകൾ, മതമൗലികവാദത്തിൻ്റെ എലമെൻറ്റുകൾ, സംസ്കാരശൂന്യമായ പെരുമാറ്റം, രാജ്യവിരുദ്ധവും മനുഷ്യൻ്റെ മാനവികതയ്ക്കും നിരക്കാത്ത പെരുമാറ്റങ്ങൾ എവിടെയുണ്ടോ അതൊക്കെ നേരിടാൻ എല്ലാവർക്കും ഇതൊരു ജാഗ്രതയാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.